ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ ഐ ടിയിലെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഫിറ്റിംഗ് ട്രേഡ്സ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ ഐ ടിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നാം വർഷം തിയറിയിൽ 100-ൽ 84 മാർക്കും അതുപോലെ തന്നെ രണ്ടാം വർഷം 100-ൽ 96 മാർക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇനി പി എസ് സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം എനിക്കുള്ള മാർക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പായിട്ട് എന്താണ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ പി എസ് സിന്റെ എക്സാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പി എസ് സിന്റെ എക്സാമും OMR ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പേപ്പറിൽ റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് പേടിക്കാനൊന്നുമില്ല, അറിയാവുന്ന എത്ര ക്വസ്റ്റ്യൻ ആണോ അത് അതുപോലെ തന്നെ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. രണ്ടാമതായിട്ട് ഐ ടി എൻ്റെ എക്സാമിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. എത്ര മാർക്കാണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തെറ്റിന് പ്രശ്നം, എത്ര ക്വസ്റ്റ്യൻ തെറ്റിയാലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 100-ൽ 84 മാർക്കാണ് ഒന്നാം വർഷം ഞാൻ നേടിയിട്ടുള്ളത്. സോ ഈ ഒരു 84 എന്ന് പറയുന്നത് ഞാൻ 84 മാർക്കിനുള്ളത് ഞാൻ ശരിയാക്കിയപ്പോൾ എനിക്ക് 84 മാർക്ക് ലഭിച്ചു. എന്നാൽ തെറ്റുള്ളതിനൊന്നും തന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ആദ്യത്തെ CBT എക്സാം ആയിരുന്നു. ദെൻ ഐ ടി കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാം ആണ് എൻ്റെ ഇതെന്ന് പറയുന്നത്, ഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ ഇതിൽ എനിക്ക് എത്ര എണ്ണം ശരിയായി? 85 ചോദ്യങ്ങളാണ് ശരിയായത്. സോ OMR എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ എക്സാം എനിക്ക് ആ ഒരു പ്രശ്നം മൂലം, പരിചയക്കുറവ് മൂലം എനിക്ക് കൃത്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് 3 ചോദ്യങ്ങളാണ്. അതായത് എനിക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ കൃത്യമായിട്ട് അറിയുന്നത് 88 ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ടും അറിയുന്നത്. സോ അതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് തെറ്റ് പറ്റിയത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 32ാമത്തെ ചോദ്യം. ഓക്കെ, 32ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: വേർ വിൽ ബി ദ വെർനിയർ സ്കെയിൽ ഇസ് പ്രസന്റ് ഇൻ വെർനിയർ ബിവർ പ്രൊട്ടാക്ടർ. ഞാൻ ഇവിടെ ഇത് ആ ഒരു സ്കെയിലൊക്കെ വരച്ചിട്ട് ഞാൻ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, വരച്ചിട്ട് ഞാൻ ആൻസർ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷന് ശരിയായിട്ടുള്ള ഓപ്ഷന് ക്ലിക്ക് അതിനകത്ത് വരയിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ OMR പേപ്പറിൽ ഞാൻ ഓപ്ഷൻ സി മാർക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ആയത് ഓപ്ഷൻ മാറി എന്നുള്ളത്. സോ പിന്നീട് ഞാൻ അത് റൗണ്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ അത് തെറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? OMR എക്സാം ആയതുകൊണ്ട് മാത്രം നമുക്ക് തെറ്റുന്ന പ്രശ്നമാണ്. അതൊക്കെ. രണ്ടാമതായിട്ട് 48ാമത്തെ ചോദ്യമാണ്. 48ാമത്തെ ചോദ്യം: ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ബെൽറ്റ് ഡ്രൈവ് ക്യാൻ ഇൻക്രീസ് ബൈ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്നതാണ് ശരിയെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പർപ്പസ് ഓഫ് യൂസിങ് ബൊറാക്സ് ഇൻ ബ്രേസിംഗ് ഈസ് ടു 47ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ ബിക്ക് പകരം ആ ഒരു ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. അതെടുത്ത് ഞാൻ 48-ൽ ക്ലിക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. 48-ൽ ഞാനത് ക്ലിക്ക് ചെയ്തു. 48-ൽ ഞാനത് മാർക്ക് ചെയ്തു. അതോടുകൂടിയിട്ട് 48ന്റെ മാർക്ക് പോയി. ദെൻ 47 ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 48-ല് ആ ഒരു ചോദ്യം എനിക്ക് പിന്നീട് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, അത് തെറ്റിയിട്ടുണ്ട്. ദെൻ ഒരു ചോദ്യം കൂടി എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 93ാമത്തെ ചോദ്യം: വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ക്രോസ് ലൈഡ്. ഞാൻ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് റസ്റ്റ് എന്നുള്ളത്. പക്ഷെ ഞാൻ മാർക്ക് ചെയ്തത് അപ്രോൺ എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഒരിക്കലും അപ്രോൺ അതിന്റെ ആൻസർ ആയിട്ട് വരില്ല. അത് 100% എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷെ എന്ത് ചെയ്തു, ഞാൻ മാർക്ക് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. അങ്ങനെ കൃത്യം എത്രയായി? 3 ചോദ്യങ്ങൾ തെറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്ക്, അതായത് 88 ചോദ്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതിൽ 3 ചോദ്യം OMR ആയതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയാം, അല്ലേ? ദെൻ 85 എണ്ണം ഞാൻ ശരിയായിട്ട് തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. ദെൻ പിന്നീട് കുറച്ച് ചോദ്യങ്ങൾ തെറ്റിയത് മുതൽ അതിൽ നിന്നും നെഗറ്റീവായിട്ട് കുറെ മാർക്കുകൾ പോയിട്ടുണ്ട്. സോ ഇത് എന്തിൽ മാത്രം സംഭവിക്കുന്നതാണ്? നമ്മുടെ
PSCയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മുടെ ഈ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് ITN എക്സാമിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് എത്ര ആൻസറും ചെയ്യാം, നമുക്ക് എത്ര എണ്ണം ശരിയായോ അതിനുള്ള മാർക്ക് കിട്ടും. തെറ്റുള്ളതിനൊന്നും തന്നെ നമുക്ക് മാർക്ക് പോകുന്നതല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള പ്രശ്നവും ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ 84ഉം സെക്കൻഡ് ഇയറിൽ 96 മാർക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, ടോട്ടലായിട്ട് എനിക്ക് 1200-ൽ 1075 മാർക്കാണ് ലഭിച്ചത്. പിന്നെ ഈ ഒരു ഫിറ്ററിന്റെ എക്സാം താരതമ്യേന നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം, നല്ല കട്ടിയുള്ള ഒരു എക്സാം കൂടിയിട്ടാണ്. എന്നിരുന്നാലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് PSCന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാർക്കിലും നമ്മൾ ഒരുപാട് റാങ്കിൽ പിറകേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ IT പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. PSCന്റെ സൈഡിലേക്ക് PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ പ്രധാനമായിട്ടും OMR എക്സാമിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക. ഓക്കെ, OMR എക്സാമിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ IT പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 ചോദ്യത്തിന്റെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. താഴെ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് OMR ആയിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം.